S2 എന്ന് പറയുന്ന മോഡൽ മിക്കവാറും ഓഗസ്റ്റ് 1 ആണ് ഇന്ത്യയിൽ ലോഞ്ച് ആകുന്നത്. 8GB 128ഉം 8GB 256ഉം ആണ് ഈ ഫോണിന്റെ സ്റ്റോറേജ്. നിലവിൽ 2 വേരിയൻസ്. ഫോണിന്റെ ക്യാമറ കണ്ടോ, ഇങ്ങനെ ഈ വിവോ X300 FE വന്നിട്ടുള്ള ഏകദേശം ഒരു സെയിം ഡിസൈനിൽ തന്നെയാണ് വിവോയുടെ ഈ മോഡലിന്റെ ക്യാമറ കൊടുത്തിട്ടുള്ളത്. ഫോണിന് എനിക്ക് ഏറ്റവും രസകരമായി തോന്നിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിലവിൽ ഒരുവിധ എല്ലാ ബ്രാൻഡുകളും എഡ്ജ് ഡിസ്പ്ലേകൾ ഒഴിവാക്കിയ സമയത്ത് വിവോ അഗെയിൻ ഈ എഡ്ജ് ഡിസ്പ്ലേ കൊണ്ടുവന്നിരിക്കുകയാണ് വിവോ S2യിലൂടെ. S2ന് 2 സൈഡും എഡ്ജ് വരുന്ന ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. ഡിമെൻസിറ്റി 7360 എന്ന് പറയുന്ന പ്രൊസസ്സറാണ് ഈ ഫോണിൽ, മീഡിയ ടെക്കിന്റെ പ്രൊസസ്സറാണ് ഈ ഫോണിൽ കമ്പനി കൊടുത്തിട്ടുള്ള പ്രൊസസ്സർ. 120 ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്ന 6.59 ഇഞ്ചോളം ഡിസ്പ്ലേ വരുന്ന ഈ ഒരു AMOLED ഡിസ്പ്ലേന്റെ ഫിംഗർ, ഓഫ് കോഴ്സ് AMOLED കർവ് ഡിസ്പ്ലേ ആകുമ്പോൾ ഫിംഗർ ഡിസ്പ്ലേയിലായിരിക്കും വരിക. 40,000-40,000 രൂപ ബഡ്ജറ്റിലാണ് പ്രതീക്ഷിക്കുന്നത്. ഓഗസ്റ്റ് 1 വീക്കോട് കൂടി ഇറങ്ങുന്ന ഒരു മൊബൈൽ ആയതുകൊണ്ട് ഇതിന്റെ പ്രൈസ് എത്ര വരും എന്നുള്ളത് നമുക്കിപ്പോൾ നിലവിൽ ചെയ്യാൻ പറ്റുന്നില്ല. ക്യാമറ 50 മെഗാപിക്സലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറയാണ്. അതുപോലെ തന്നെ ഫോണിന്റെ കൂടെ വരുന്ന 44 വാട്ടിന്റെ ചാർജർ ഫോണിന്റെ ബോക്സിൽ വരുന്നുണ്ട്. 80 വാട്ട് വരെ ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും എന്നാണ് നമുക്ക് കിട്ടിയ ഡെമോ ഫോൺ. ഈ ഫോൺ നിങ്ങൾക്ക് ബേസ് ബാൻഡിൽ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രീ ഓർഡറും ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും ഈ ഫോണിനെ കുറിച്ച് കൂടുതൽ അറിയാനോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർ ബേസ് ബാൻഡിലേക്ക് വന്നാൽ മതി. ബേസ് ബാൻഡിൽ ഈ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെമോ ആയിട്ട് വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് സജ്മൽ ഫ്രം ബേസ് ബാൻഡ്. താങ്ക് യു.